സദ്ഗുരേ ശരണം. ചുമ്മാ ആറ്റിറ്റ്യൂഡ് എടുക്കല്ലേ. ഇങ്ങനെ നമ്മൾ പറയാറില്ലേ, ചിലരിങ്ങനെ വന്നിട്ട് ഭയങ്കര സ്റ്റൈലൊക്കെ കാണിച്ച് ഇങ്ങനെ നടക്കും. അപ്പൊ നമ്മൾ പറയും ഭയങ്കര ആറ്റിറ്റ്യൂഡാ ഇല്ലേ, അവർ ഭയങ്കര ഇങ്ങനെ വിരാജിക്കും. അപ്പം ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഒരു ഒരു രീതി, നമ്മൾ നമ്മുടെ ഒരു വികാരത്തിന്റെ ഒരു പ്രകടനം, അത് പല രീതിയിലാണ്. ചിലർക്ക് ഭയങ്കര എളിമയായിരിക്കും, ചിലർക്ക് ഒരു ആധികാരികതയായിരിക്കും, ചിലർക്ക് ഒരു എന്താ പറയാ എല്ലാ ഒരു ഓർഡർ ചെയ്യുന്ന ഒരു രീതി. അങ്ങനെ നമുക്കെല്ലാം പല പ്രകാരമാണ് അല്ലെ നമ്മളുടെ സംസാരം, നമ്മളുടെ രീതി അങ്ങനെയാണ്. അപ്പം ആ പ്രകാരം, ഏത് പ്രകാരമാണ് നിങ്ങൾ പറയുന്നത്? ഇപ്പൊ നിങ്ങൾ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ അത് ഒരു വിനയത്തോടെയാണോ ചോദിക്കുന്നത്, അതോ വളരെ ഫോമൽ ആയിട്ടാണോ ചോദിക്കുന്നത്, അതോ നമ്മുടെ കൂട്ടുകാരോടൊക്കെ ചോദിക്കുന്ന പോലെ വടാ ബോടാ ടേംസ് എന്ന് പറയില്ലേ. അപ്പൊ ഇതൊക്കെയാണ് ഈ മെയിൻ ആയിട്ട് നമ്മളുടെ ചോദ്യത്തിൽ വരുന്ന ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പം അതിനാണ് നമ്മൾ ഈ പറയുന്ന മോഡൽ വേർബ്സ്, മൊഡാലിറ്റി എന്നൊക്കെ പറയും, നടപടിക്രമം അല്ലെങ്കിൽ ഏത് പ്രകാരം എന്നൊക്കെ. അപ്പൊ ഇവിടെ നമ്മൾ എപ്പോഴും കുഴപ്പിക്കുന്ന 3 വാക്കുകളാണ്. ഒരു ചോദ്യം ചോദിക്കുമ്പോൾ നമുക്ക് ക്യാൻ വെച്ച് തുടങ്ങണോ, അതോ മേ വെച്ച് തുടങ്ങണോ, കുഡ് വെച്ച് തുടങ്ങണോ? ഇത് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുന്ന 3 വാക്കുകളാണ്. അപ്പൊ നമുക്ക് ഈ വീഡിയോയിൽ ആ കൺഫ്യൂഷൻ അങ്ങ് തീർക്കാം. ഓക്കെ, സോ ഇഫ് യു ആർ റെഡി, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. So, welcome to English Guru's brand new episode. I am Ashalada Srijit. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനോടും നമ്മുടെ റിലേറ്റീവ്സിനോടും നമുക്ക് ഫ്രീഡം ഉള്ള ആൾക്കാരോട്, അതായത് നമ്മുടെ അതേ ലെവലിലുള്ള നമ്മുടെ ആളുകൾ, അവരോട് നമുക്ക് ഫ്രീ ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് ചില ചോദ്യങ്ങൾ ചോദിച്ചു നോക്കാം. ഞാൻ നിന്റെ സൈക്കിൾ എനിക്കൊന്ന് തരാൻ പറ്റുമോ, അല്ലെങ്കിൽ എനിക്ക് ഒന്ന് സൈക്കിൾ ഓടിക്കാൻ പറ്റുമോ, കഴിയുമോ എന്നൊക്കെ നമ്മൾ ചോദിക്കില്ലേ. അപ്പോൾ അതെങ്ങനെ ചോദിക്കും? ക്യാൻ ഐ ബോറോ യുവർ സൈക്കിൾ ഫോർ എ വൈൽ? കുറച്ചു നേരത്തേക്ക് നിന്റെ സൈക്കിൾ ഞാനൊന്ന് എടുത്ത് ഉപയോഗിച്ചോട്ടെ എന്നാണ്. അപ്പൊ അവിടെ ക്യാൻ എന്താണ്, അവിടെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ചോദിക്കുകയാണ്. അവിടെ വിനയമോ മറ്റേ ആധികാരികതയോ ഒന്നുമില്ല. ക്യാൻ എന്ന് പറഞ്ഞാൽ വളരെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ചോദിക്കുന്നു, നമ്മൾക്ക് ഉത്തരം കിട്ടുന്നു. ആ ഫോൺ ഒന്ന് യൂസ് ചെയ്തോട്ടെ. ഇപ്പൊ നമ്മൾ ഫ്രണ്ട്സിന്റെ അടുത്ത് നമ്മൾ ചോദിക്കില്ലേ, അപ്പൊ എങ്ങനെ ചോദിക്കാം? ക്യാൻ ഐ യൂസ് യുവർ ഫോൺ? ഇപ്പൊ നമ്മൾ ചില കാര്യങ്ങൾ അറിയാനായിട്ട് നമ്മൾ കൂട്ടുകാരും എല്ലാവരും കൂടെ ഒരു റൂമിൽ വന്നേക്കാണ്. അപ്പൊ നമ്മൾ ആരെങ്കിലും ഒക്കെ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്, അവരിപ്പോ വരും, കാര്യങ്ങളൊക്കെ വിശദീകരിക്കും. അപ്പൊ അങ്ങനെ നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ തമ്മിൽ ഇങ്ങനെ ചോദിക്കുക, നമുക്കിപ്പോ ഇവിടെ നിന്ന് പോയാലോ, നമുക്ക് പോകാൻ പറ്റുമോ, അവരിനി വന്നിട്ട് നമ്മൾ അന്വേഷിക്കുമോ, അങ്ങനെയൊക്കെ ഉള്ള ഒരു സാഹചര്യം. അപ്പൊ നമുക്ക് നമ്മുടെ കൂട്ടുകാരോടൊക്കെ ചോദിക്കാം, ക്യാൻ വി ലീവ് ദ റൂം നൗ? ക്യാൻ വി ലീവ് ദ റൂം നൗ? ഇപ്പൊ നമുക്ക് ഈ റൂമിൽ നിന്ന് പോകാമോ? ഈ മീറ്റിംഗ് നമുക്കിപ്പോ പോകാൻ പറ്റുമോ? ഒരു മീറ്റിംഗ് നടക്കുക, അപ്പൊ ഇടയ്ക്ക് വെച്ച് നമുക്ക് പോകണം. അപ്പൊ നമുക്ക് തമ്മിൽ ചോദിക്കാം, ക്യാൻ വി ലീവ് ദ മീറ്റിംഗ് നൗ? ക്യാൻ വി ലീവ് ദ മീറ്റിംഗ് നൗ? ഇപ്പൊ നമ്മൾ ട്രെൻഡ്സിലോ സ്റ്റുഡിയോയിലോ മാക്സിലോ ഒക്കെ പോകുമ്പോൾ ഒരു ഷർട്ട് എടുത്തു. അപ്പൊ നമുക്ക് അവിടെയുള്ള സ്റ്റാഫിനോട് ചോദിക്കാം, ഈ ഷർട്ട് എനിക്കൊന്ന് ഇട്ട് നോക്കാൻ പറ്റുമോ? അതിന് അവിടെ പെർമിഷൻ ഉണ്ടോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ എന്താ പറയാ? ക്യാൻ ഐ ട്രൈ ഓൺ ദിസ് ഷർട്ട്? ക്യാൻ ഐ ട്രൈ ഓൺ ദിസ് ഷർട്ട്? ഈ ഷർട്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അപ്പൊ അതിന് പറയേണ്ടത് ട്രൈ ഓൺ. നമുക്കിപ്പോ ഒരു ബ്രേക്ക് എടുക്കാൻ പറ്റുമോ? നമ്മൾ കുറെ ജോലിയൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്, അപ്പൊ അതിന്റെ ഇടയ്ക്ക് നമ്മൾ തമ്മിൽ ഇങ്ങനെ ചോദിക്കുകയാണ്, നമുക്കിപ്പോ ഒരു ബ്രേക്ക് എടുക്കാൻ പറ്റുമോ, അതിനുള്ള പെർമിഷൻ അവിടെ തരുമോ എന്നാണ്. അപ്പൊ എങ്ങനെ ചോദിക്കും? ക്യാൻ വി ടേക്ക് എ ബ്രേക്ക്? ക്യാൻ വി ടേക്ക് എ ബ്രേക്ക്? അപ്പൊ ക്യാൻ എന്ന് പറയുന്ന ഒരു വേർഡിന് എബിലിറ്റി എന്നുള്ള ആ ഒരു അർത്ഥമാണുള്ളത്. അപ്പൊ കഴിയുമോ, പറ്റുമോ, ഇതൊക്കെ ചോദിക്കാം കേട്ടോ. നമ്മുടെ ഒരു മലയാളീകരിച്ച് വരുമ്പോൾ നമുക്ക് മലയാളത്തിൽ പല വാക്കുകൾ സന്ദർഭം അനുസരിച്ച് പറ്റുമോ, കഴിയുമോ എന്നൊക്കെ നമുക്ക് ചോദിക്കാം. ഇനി നമുക്ക് മേ എവിടെ ഉപയോഗിക്കണമെന്ന് നോക്കാം. അത് ഒഫീഷ്യലായിട്ട് നമ്മളെക്കാളും ഒരു ഹയർ സ്റ്റാറ്റസിലുള്ള ആൾക്കാർ, ഇപ്പോ നമ്മുടെ പ്രിൻസിപ്പൽ അല്ലെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ബോസ്, അങ്ങനെയുള്ളവരുടെ അടുത്ത് ചെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എപ്പോഴും വളരെ ഫോർമൽ ആയിട്ട് വളരെ റെസ്പെക്റ്റോടു കൂടിയാണ് നമ്മൾ ചോദിക്കേണ്ടത്. അപ്പൊ നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ചില സന്ദർഭങ്ങളും ഈ ക്വസ്റ്റ്യൻസും നമുക്കൊന്ന് നോക്കാം. ഇപ്പൊ നമ്മളോട് ഇങ്ങനെ പൊതുവായിട്ട് നമ്മുടെ മാം സംസാരിക്കുകയാണ്, അപ്പൊ അതിനിടയ്ക്ക് നമുക്കൊരു ചോദ്യം ചോദിക്കണം. അപ്പൊ നമ്മൾ ഇടയ്ക്ക് കയറി ചോദിക്കുകയാണ്. അപ്പൊ നമ്മൾ ആദ്യം പറയും എക്സ്ക്യൂസ് മീ മാം, എന്നിട്ട് ചോദിക്കണം മേ ഐ ആസ്ക് എ ക്വസ്റ്റ്യൻ മാം? മേ ഐ ആസ്ക് എ ക്വസ്റ്റ്യൻ മാം? അപ്പൊ നമ്മളിങ്ങനെ ചോദിക്കുമ്പോൾ മാം എന്നും സർ എന്നും നമ്മളിങ്ങനെ കൂടെ പറയുന്നത് ആ ഒരു പൊളൈറ്റ്നെസ് നന്നായിട്ട് പ്രകടിപ്പിക്കുന്ന ഒരു രീതിയാണ്. അപ്പൊ അത് ചോദിക്കുന്നത് നല്ലതാണ്. അതുപോലെ നമ്മുടെ ഓഫീസറിന്റെ അടുത്ത് ചെന്നിട്ട് നമുക്ക് പേഴ്സണൽ ആയിട്ട് ഒരു കാര്യം പറയണം. അപ്പൊ നമുക്ക് എങ്ങനെ ചോദിക്കാം? എക്സ്ക്യൂസ് മീ സർ, മേ ഐ ഹാവ് എ വേർഡ് വിത്ത് യു?
ഒരു കാര്യം പറഞ്ഞോട്ടെ. അതിനാണ് ഈ ഒരു യൂസേജ്. മേ ഐ ഹാവ് എ വേർഡ് വിത്ത് യു. ഇനി അടുത്തൊരു സിറ്റുവേഷനിൽ നമ്മുടെ ബോസ് പറയാണ് ചില കാര്യങ്ങൾ നമുക്ക് സംസാരിക്കണം, എല്ലാവരെയും വിളിക്കണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചെന്ന് ചോദിക്കാം. നമ്മൾ അദ്ദേഹത്തിന്റെ സെക്രട്ടറി ആണെന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് ചെന്ന് ചോദിക്കാം, സർ മേ വി ഷെഡ്യൂൾ എ മീറ്റിംഗ്. നമുക്കൊരു മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്താലോ എന്ന് വെച്ചാൽ അതിനൊരു ടൈം നമുക്ക് റെഡിയാക്കിയാലോ എന്നർത്ഥം. ഒരു ടൈം ഫിക്സ് ചെയ്താലോ എന്നാണ് അർത്ഥം. മേ വി ഷെഡ്യൂൾ എ മീറ്റിംഗ്. അങ്ങയുടെ അഭിപ്രായം ഞാനൊന്ന് ചോദിച്ചോട്ടെ. മേ ഐ ആസ്ക് യുവർ ഒപ്പീനിയൻ. ഒപ്പീനിയൻ, അഭിപ്രായം. ഞാൻ കുറച്ച് സജഷൻസ് പറഞ്ഞോട്ടെ. മേ ഐ ഓഫർ സം സജഷൻസ്. മേ ഐ ഓഫർ സം സജഷൻസ്. സർ ഞാൻ ഇപ്പോൾ ഇവിടുന്ന് പൊക്കോട്ടെ. മേ ഐ ലീവ് ദ റൂം സർ. മേ ഐ ലീവ് ദ റൂം സർ. ഇപ്പൊ കുറച്ചും കൂടെ സ്റ്റൈലിഷ് ആയിട്ട് എന്നാൽ വിനയത്തോടെ ഞാൻ അങ്ങയോട് കുറച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു, കുറച്ച് സമയം എനിക്ക് തരാമോ എന്ന് നമുക്ക് ചോദിക്കണം. മേ ഐ ടേക്ക് എ ഫ്യൂ മിനിറ്റ്സ് ഓഫ് യുവർ ടൈം സർ. മേ ഐ ടേക്ക് എ ഫ്യൂ മിനിറ്റ്സ് ഓഫ് യുവർ ടൈം സർ. ഇനി ഒരു പ്രോജക്റ്റ്, അതിന്റെ ഡിസ്കഷൻ ഒക്കെ കഴിഞ്ഞു. അപ്പൊ ഏകദേശം അതിന്റെ ഒരു ഫൈനൽ സ്റ്റേജിൽ എത്തി. അപ്പൊ ഞാൻ ഇതുമായിട്ട് മുന്നോട്ട് പൊക്കോട്ടെ എന്ന് നമുക്ക് ഫൈനൽ പെർമിഷൻ ചോദിക്കണം. അപ്പൊ എങ്ങനെ ചോദിക്കും? സർ, എക്സ്ക്യൂസ് മീ സർ, മേ ഐ പ്രൊസീഡ് വിത്ത് ദിസ് പ്രോജക്റ്റ്. മേ ഐ പ്രൊസീഡ് വിത്ത് ദിസ് പ്രോജക്റ്റ്. പ്രൊസീഡ് ചെയ്യാൻ, മുന്നോട്ട് പോവുക. അപ്പൊ ഈ പ്രോജക്റ്റുമായിട്ട് ഞാൻ മുന്നോട്ട് പോട്ടെ, എന്റെ ഫെർദർ നടപടികളൊക്കെ ചെയ്തോട്ടെ എന്നാണ്. ഇംഗ്ലീഷ് വളരെ ഈസിയായി, വളരെ ഫ്രണ്ട്ലി ആയി നിങ്ങൾക്ക് ബേസിക് മുതൽ നിങ്ങളെ പഠിപ്പിച്ച് സംസാരിക്കാനുള്ള ഒരു കപ്പാസിറ്റിയിലേക്ക് എത്തിക്കുന്ന ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ്, ഒരു 3 month കോഴ്സ് നമ്മൾ നടത്തുന്നുണ്ട്. താല്പര്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ എക്സാംസിൽ ഗ്രാമറിന് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഗ്രാമർ നന്നായിട്ട് നിങ്ങളെ പഠിപ്പിക്കുന്നതിന് ഒരു 2 month ഗ്രാമർ കോഴ്സും നമുക്കുണ്ട്. പിന്നെ നമ്മുടെ കൊച്ചുകുട്ടികളിൽ നല്ല ലൈഫ് വാല്യൂസും അവർക്ക് നല്ല ഒരു പേഴ്സണൽ ഗ്രോത്തും ഉണ്ടാകുന്നതിന് ഇംഗ്ലീഷ് ത്രൂ മോറൽ സ്റ്റോറീസ് എന്ന് പറഞ്ഞ് മന്ത്ലി ക്ലാസ്സുകൾ നമ്മൾ നടത്തുന്നുണ്ട്. അപ്പോൾ അതിന് 12 വയസ്സ് വരെയുള്ള കുട്ടികളെ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. കഥകൾ കേട്ടാൽ അത് എൻജോയ് ചെയ്യാൻ തുടങ്ങുന്ന ഒരു പ്രായത്തിൽ നിന്ന് നമുക്ക് 12 വയസ്സ് വരെയുള്ള കുട്ടികളെ ഇതിൽ നിങ്ങൾക്ക് ചേർക്കാം. ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകത അവർക്ക് ഇംഗ്ലീഷിന്റെ ബേസിക് മുതൽ അവർക്ക് നല്ല നല്ല ലൈഫ് വാല്യൂസ് അവർക്ക് പകർന്നു നൽകി അവരെ നല്ല പൗരന്മാരായി മാറ്റുന്നതിനുള്ള ഒരു എഫേർട്ടാണ് ഈ കോഴ്സിന്റെ പിന്നിലുള്ളത്. ഇനി ഓൺലൈൻ സയൻസ് ട്യൂഷൻ. ഈ ട്യൂഷൻ എടുക്കുന്നത് എൻ്റെ സിസ്റ്റർ ഇൻ ലോ ആയ ശ്രീജയാണ്. ശ്രീജയ ആക്ച്വലി CBSEയുടെ 10th സ്റ്റാൻഡേർഡിൽ പേപ്പർ വാല്യുവേഷന് വർഷങ്ങളായിട്ട് പോകുന്ന 20 years above എക്സ്പീരിയൻസ് ഉള്ള ഒരു ടീച്ചറാണ്. അതുകൊണ്ട് തന്നെ 10th സ്റ്റാൻഡേർഡിൽ എങ്ങനെ ആൻസർ എഴുതണം, ആ ആൻസർ കീ, അതിൻ്റെ ഒരു പാറ്റേൺ, എങ്ങനെ എഴുതിയാൽ മാർക്ക് കിട്ടും എന്നുള്ളത് വ്യക്തമായിട്ട് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാൻ ഏബിൾ ആയിട്ടുള്ള ഒരു ടീച്ചറാണ്. 8th സ്റ്റാൻഡേർഡ് മുതൽ സയൻസിന്റെ ബേസിക്സ് വളരെ തറോ ആക്കിയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അത് തറോ ആവാത്തത് കൊണ്ടാണ് പല കുട്ടികൾക്കും 10th സ്റ്റാൻഡേർഡിൽ എത്തുമ്പോൾ പല കോൺസെപ്റ്റ്സും അവർക്ക് അറിയില്ല. 8th സ്റ്റാൻഡേർഡ് മുതൽ തന്നെ അവർക്ക് എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള പേഴ്സണൽ അറ്റൻഷൻ കിട്ടുന്ന ഒരു ഓൺലൈൻ ട്യൂഷൻ ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. വീക്ക്ലി ടെസ്റ്റുകളും പ്രോഗ്രസ് കാർഡും ഒക്കെ വെച്ചുകൊണ്ട് കൃത്യമായി കുട്ടികളെ അസസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു കോഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. അതുകൊണ്ട് താല്പര്യമുള്ളവർ ഈ ഒരു നമ്പറിൽ വിളിക്കുക. ഇനി നമുക്ക് കുഡ് വെച്ച് എപ്പോഴൊക്കെയാണ് സെന്റൻസുകൾ, ക്വസ്റ്റ്യൻസ് തുടങ്ങേണ്ടത് എന്ന് നോക്കാം. ആദ്യം നമ്മൾ പറഞ്ഞു ക്യാൻ എന്ന് പറഞ്ഞാൽ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, വളരെ ഇൻഫോർമൽ ആണ്. നമ്മുടെ ഫ്രണ്ട്സിനോടും റിലേറ്റീവ്സിനോടും നമുക്ക് സ്വാതന്ത്ര്യമുള്ളവരോടും നമ്മളെക്കാൾ ഇളയവരോടും ഒക്കെ നമുക്ക് ചോദിക്കാൻ ആണ് നമ്മൾ ക്യാൻ നോർമലി യൂസ് ചെയ്യുന്നത്. ഇനി മേ യൂസ് ചെയ്യുന്നത് വളരെ വിനയത്തോടെ നമ്മുടെ ഹയർ ഒഫീഷ്യൽസിനോട്, നമ്മുടെ ടീച്ചേഴ്സിനോട്, നമ്മുടെ പ്രിൻസിപ്പലിന്റെ അടുത്ത്, അല്ലെ, നമ്മൾ അങ്ങനെയുള്ള മേലധികാരികളോട് നമുക്ക് ഇങ്ങനെയാണ് ചോദിക്കുക. മേ ഉപയോഗിച്ചാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത്. അപ്പൊ പിന്നെ കുഡ് ഇതിൽ എവിടെ വരും? കുഡ് എന്ന് പറയുന്ന സെന്റൻസ് ക്യാൻ എന്ന് പറയുന്ന വേർഡിനേക്കാളും കുറച്ചുകൂടെ പൊളൈറ്റ് ആണ്, കുറച്ചുകൂടെ ഒരു വിനയമുള്ളതാണ്. എന്നാൽ മേ എന്ന് തുടങ്ങുന്ന സെന്റൻസുകളെക്കാൾ ഒരല്പം വിനയം കുറവുമാണ്. ഇപ്പൊ നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാർ, നമ്മളിപ്പോ എവിടെയെങ്കിലും ഒക്കെ ചെല്ലുമ്പോൾ ഒരുപാട് പുതിയ ആൾക്കാരെ നമ്മൾ പരിചയപ്പെടുന്നത്, അല്ലെ? അപ്പൊ അവരുടെ അടുത്ത് നമുക്ക് ക്യാൻ എന്ന് പറഞ്ഞ് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കേണ്ട ആവശ്യമില്ല. മേ എന്ന് പറഞ്ഞ് വളരെ പൊളൈറ്റ് ആയിട്ടും ചോദിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ എന്നാൽ അല്പം പൊളൈറ്റ് ആവുകയും വേണം, ഒരു മര്യാദ നമുക്ക് വേണ്ടേ. അപ്പൊ നമുക്ക് കുഡ് വെച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. താങ്കളുടെ പേന എനിക്കൊന്ന് തരാൻ പറ്റുമോ? കുഡ് ഐ ബോറോ യുവർ പെൻ? താങ്കൾക്ക് എന്നെ ഒന്ന് സഹായിക്കാമോ? ഒരു പുതിയ സ്ഥലത്ത് ചെന്ന് അവിടെ കണ്ട ഒരാളോട് നമുക്ക് സഹായം ചോദിക്കണം. അപ്പോൾ കുഡ് യു ഹെൽപ്പ് മീ പ്ലീസ്? ഒന്ന് സമയം എത്രയെന്ന് പറയാമോ? കുഡ് യു പ്ലീസ് ടെൽ മീ ദ ടൈം?
അപ്പൊ ഈ പ്ലീസും കൂടെ ചേർത്താ അത് ഉഗ്രനായി. ഇനിയിപ്പോ ഒരു റിസപ്ഷനിസ്റ്റിന്റെ അടുത്ത് ചെന്നിട്ട് നമുക്ക് കുറച്ച് വിവരങ്ങളൊക്കെ ചോദിച്ചറിയണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓഫീസിൽ ചെന്ന് അവിടുത്തെ കുറച്ച് വിവരങ്ങൾ നമുക്ക് അറിയണം. അപ്പൊ അവിടെ ഇരിക്കുന്ന ആ ഒരു സ്റ്റാഫിന്റെ അടുത്ത് നിന്ന് നമുക്ക് ഇങ്ങനെ ചോദിക്കാം, കുഡ് ഐ ഗെറ്റ് സം ഇൻഫർമേഷൻ, കുഡ് ഐ ഗെറ്റ് സം ഇൻഫർമേഷൻ. അപ്പൊ ഇവിടെ ഓർക്കേണ്ട കാര്യം എന്താ പറയുക, ഇൻഫർമേഷൻസ് എന്ന് നമ്മൾ ഒരിക്കലും പറയരുത്, ഇൻഫർമേഷൻ എന്നേ പറയാവുള്ളൂ. അപ്പൊ ഇൻഫർമേഷൻ എന്ന് പറയുന്ന ആ നൗണിന് പ്ലൂറലിന് നമ്മൾ ഉപയോഗിക്കാറില്ല. ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ തന്നെ അത് ഒരുപാട് വിവരങ്ങൾ ചേർന്നതാണ് ആ ഇൻഫർമേഷൻ. ഇപ്പൊ ഫർണിച്ചർ എന്ന് നമ്മൾ പറയും, ഫർണിച്ചേഴ്സ് എന്ന് പറയരുതെന്ന് നിങ്ങൾ കേട്ട് കാണും. എന്തുകൊണ്ടാണ്? നമ്മുടെ വീട്ടിലുള്ള എല്ലാ ഡെസ്കും ബെഞ്ചും ചെയർസും എല്ലാം ചേർന്നാണ് ഫർണിച്ചർ ആവുന്നത്. അപ്പൊ തന്നെ അത് ഓൾറെഡി അത് ഒരു പ്ലൂറൽ വേർഡ് ആയിട്ടാണ് അത് കൺസിഡർ ചെയ്യുന്നത്. പിന്നെ അതിനെ പിന്നെയും പ്ലൂറൽ ആക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇനി ഇത് സോൾവ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം എന്ന് നമുക്ക് ഇങ്ങനെ തമ്മിൽ ചോദിക്കണം. സോ ഇങ്ങനെ ചോദിക്കാം, വാട്ട് കുഡ് വി ഡു ടു സോൾവ് ദിസ്? നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റും ഇത് സോൾവ് ചെയ്യാൻ? വാട്ട് കുഡ് വി ഡു ടു സോൾവ് ദിസ്? ഇനി ഒരു കാര്യം കുറച്ചും കൂടെ നമുക്ക് ജോറാക്കണം. അപ്പൊ നമുക്ക് എങ്ങനെ ചോദിക്കാം, ഹൗ കുഡ് വി ഇംപ്രൂവ് ദിസ്? ഹൗ കുഡ് വി ഇംപ്രൂവ് ദിസ്? അല്ലെങ്കിൽ ഇങ്ങനെയും ചോദിക്കും, ഹൗ കുഡ് ദിസ് ബി ഇംപ്രൂവ്ഡ്? ആക്റ്റീവ് വോയിസിൽ നമുക്ക് എങ്ങനെ ഇത് ഇംപ്രൂവ് ചെയ്യാമെന്നുള്ളതിൽ നമുക്ക് എന്നുള്ള നമ്മൾക്കാണ് അവിടെ പ്രാധാന്യം, ചെയ്യുന്ന വ്യക്തികൾക്ക്. പക്ഷെ ഹൗ ക്യാൻ ദിസ് ബി ഇംപ്രൂവ്ഡ് എന്ന് ചോദിക്കുമ്പോൾ ദിസ്, അതായത് ഈ കാര്യത്തിനാണ് അവിടെ ടു ഡിഫറെന്റ് വേസ് ഓഫ് സേയിങ് ദ സെയിം തിങ്. അതാണ് രണ്ട് രീതിയിൽ ഒരു കാര്യം പറയുന്നു. ദാറ്റ് ഈസ് ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസ്. അപ്പൊ അത് നമുക്ക് പിന്നെ ഇനി വരുന്ന വീഡിയോകളിൽ പഠിക്കാം. അപ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിന് ചേരാൻ മറക്കണ്ട, ഈ നമ്പറിൽ വിളിക്കുക. സയൻസ് ട്യൂഷൻ, കോണ്ടാക്ട് ദിസ് നമ്പർ. ഇനി നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ ഓഫീസിന്റെ അടുത്ത് നമ്മൾ ചോദിക്കുകയാണ്, ഞാനും അങ്ങയുടെ കൂടെ വന്നോട്ടെ. അപ്പോൾ എങ്ങനെ ചോദിക്കും? ഇനി നമ്മുടെ ഫ്രണ്ടിനോട് ചോദിക്കുകയാണ്, നിനക്ക് ഒരു നല്ല റെസ്റ്റോറൻറ്റ് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ നമ്മൾ ഒരു സ്ഥലത്ത് ചെന്നു, അവിടെ കുറച്ച് പുതിയ ആൾക്കാരെ പരിചയപ്പെട്ടു. അപ്പൊ അതിൽ ഒരാളുടെ അടുത്ത് നമുക്ക് ചോദിക്കണം, ഒരു 5 മണിക്ക് താങ്കളെ ഒന്ന് കാണാൻ പറ്റുമോ? അപ്പൊ സ്ട്രേഞ്ചേഴ്സ് ആണ്. അങ്ങനെ വരുമ്പോൾ എങ്ങനെയാ ചോദിക്കുക? അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയി കാണും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. See you in the next video. Until then, you take care. Sadhguru Esha.